ഡിയേഴ്സ്. സോ നമ്മളെ ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് മിസ് ഈ വീഡിയോയിൽ വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റൻ എന്താണെന്നറിയോ? നോട്ടീസ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, നോട്ടീസ് എങ്ങനെയാ എഴുതേണ്ടതെന്നുള്ളതാണ് കേട്ടോ. സോ ഒരു നോട്ടീസ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മൾ നോട്ടീസ് അടിക്കുന്നത്? അല്ലെ, ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാം എവിടെ വെച്ച് എപ്പ നടക്കുന്നു, അല്ലെ, എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പ്രോഗ്രാം എന്നുള്ളത് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു നോട്ടീസ് ഉണ്ടാക്കുന്നത് കേട്ടോ. സോ ആ നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ക്ലാസ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇനി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് എന്താ വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ അതിന് മുൻപ് വേറെ കാര്യം പറ്റാൻ, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പോൾ ഓൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ വെറും 2,999 ആണ് പ്രൈസ് വരുന്നത്. പ്രത്യേകിച്ച് NMMS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല. കാരണം NMMSന്റെ ഫസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം നമുക്ക് എഡ്യൂപോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. NMMS, USSM, LSSനൊക്കെ ഫസ്റ്റ് റാങ്ക് എഡ്യൂപോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനിയിപ്പോ അതല്ല, ഈ വർഷം നല്ല അടിപൊളിയായിട്ട് ബേസ് സെറ്റ് ചെയ്ത് എടുക്കണം താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വേറെ എങ്ങും നോക്കണ്ട, കണ്ണും പൂട്ടി നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ ബാച്ച്. സോ 9207998855 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, അവിടെ നിന്ന് കയറിയിട്ട് നോക്കാം കേട്ടോ. സോ നോട്ടീസ് അല്ലെ, നോട്ടീസിന്റെ അകത്ത് നമ്മൾ മക്കളെ ഏറ്റവും മേലെ കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അത് അവിടെ ചെറുതായിട്ട് നോട്ടീസ് ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, വളരെ ചെറുതായിട്ട് എന്ത് ചെയ്യുക, നോട്ടീസിന് അവിടെ വളരെ ചെറുതായിട്ട് നമ്മൾ എഴുതാം. എന്നിട്ട് ആ നോട്ടീസ് ഇത്രയും വലുപ്പം വേണമെന്നില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ എഴുതിയ നോക്കണ്ട, നിങ്ങൾ ചെറുതായിട്ടൊന്ന് നോട്ടീസ് എഴുതാം. ആൻഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റ് ഏതാന്ന് വെച്ചാൽ ആ ഡേറ്റ്, അതായത് എന്നാണ് ആ നോട്ടീസ് അച്ചടിക്കുന്നത് അല്ലെങ്കിൽ ആ നോട്ടീസ് ഇറക്കുന്ന ദിവസത്തെ ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ മേലെ കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം മേലെതാ ഇവിടെ കണ്ടോ, നല്ല വലുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യാ, വാട്ട് ഇസ് ദ പ്രോഗ്രാം, ആ പ്രോഗ്രാം എന്താണ്, അവിടുത്തെ പരിപാടി എന്താന്നുള്ളത് കൊടുക്കുക. ഇവിടെ ഇപ്പൊ ഒരു സയൻസ് എക്സിബിഷൻ ആണ്, നിങ്ങൾക്ക് സയൻസ് എക്സിബിഷൻ അല്ല, ഇനിയിപ്പോ നമ്മുടെ സ്കൂളിൽ സപ്പോസ് ഒരു സ്പോർട്സ് ഡേ നടക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു മൂവിന്റെ സ്ക്രീനിങ്, സിനിമയുടെ സ്ക്രീനിങ് നടക്കുകയാണ്, അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്താണ്, നമ്മൾ ആ പ്രോഗ്രാം എന്താണോ അതിനെ നമ്മൾ അവിടെ ഹെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ടൈറ്റിൽ ആക്കി കൊടുക്കുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഡിയർ സ്റ്റുഡൻസ്, ഇപ്പൊ ഇവിടെ മിസ് വിട്ടുപോയ ഒരു കാര്യമാണ് എന്ത്, ഡിയർ സ്റ്റുഡൻസ് അല്ലെ, ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡിയർ ഓൾ എന്ന് മതി കേട്ടോ. ഡിയർ ഓൾ, ഓക്കെ സോറി, യെസ്, ഡിയർ ഓൾ എന്ന് കൊടുത്തിട്ട് കണ്ടോ. ഇനി നമ്മൾ എല്ലാവരും ഇൻഫോം ചെയ്യാൻ വേണ്ടി പോവാണ്, എന്താണ് പരിപാടി എന്നുള്ള ഇൻഫോം ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സോ ദിസ് ഇസ് ടു ഇൻഫോം ഓൾ ദ സ്റ്റുഡൻസ് ദാറ്റ് our school is organizing a science exhibition to encourage scientific thinking and creativity. അല്ലെ, അപ്പൊ ഇത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നോട്ടീസ്. എന്താണ്, എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്കൂളിൽ എന്ത് നടക്കാൻ പോവാണ്, ഒരു സയൻസ് എക്സിബിഷൻ നടക്കാൻ വേണ്ടി പോവാണ്. സോ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാന്നാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഇപ്പൊ സയൻസ് ക്ലബ് ആണ് പരിപാടി നടത്തുന്നതായിരിക്കാം, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. യെസ്, the science club of our school has decided to conduct a science exhibition എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് അങ്ങനെ എഴുതി പോവാ കേട്ടോ. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, നമ്മൾ ആ ഒരു ഡീറ്റെയിൽ പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അല്ലെ, ഒരു നോട്ടീസ് അല്ലെ, ഒരു കല്യാണക്കത്ത് എന്തിനാ നമ്മൾ അടിക്കുന്നത്, കല്യാണം എവിടെയാ വെച്ചാ നടക്കുന്നത് അല്ലെ, കല്യാണം എപ്പോഴാണ് നടക്കുന്നത്, ഏത് ദിവസമാണെന്നുള്ളതൊക്കെ പറയണമല്ലോ. സോ ഇതേപോലെ തന്നെ ഒരു നോട്ടീസിൽ ഇതാ നിങ്ങൾ ഇതാ ഈ കാണുന്ന കുറച്ച് കാര്യങ്ങള് എന്ത് ചെയ്യുക, ഒരു ബോക്സിന്, അപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ഒരു നോട്ടീസിന്റെ അകത്ത് എന്താണ്, ഒരു ബോക്സ് ഉണ്ടാക്കണം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. നോട്ടീസ് തന്നെ നമ്മളൊരു ബോക്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ നോട്ടീസ് എഴുതേണ്ടത്. ആ നോട്ടീസിന്റെ അകത്ത് എന്ത് ചെയ്യണം, വേറൊരു ബോക്സും കൂടെ കൊടുക്കണം. ആൻഡ് ഈ ബോക്സിന്റെ അകത്ത് എന്താ നമ്മൾ കൊടുക്കേണ്ടത്, എന്താ കൊടുക്കേണ്ടത്, ടൈമും ഡേറ്റും വെന്യൂ അല്ലെ, എന്നാണ് പരിപാടി നടക്കുന്നത് ഡേറ്റ് കൊടുക്കണം, എപ്പോഴാണ് നടക്കുന്നത് ടൈം കൊടുക്കണം, ആൻഡ് വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. സോ ഈ കാര്യങ്ങൾ കൊടുക്കുക. ദെൻ ഇനി അത് അവിടുത്തെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഇൻ കേസ് എന്താണ് പരിപാടിക്ക് അവിടെ നടക്കുന്നത് വെച്ചാൽ ആക്ടിവിറ്റീസ് ഒക്കെ തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യാണ്,
കണ്ടോ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 to 10 അത്രയും ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മളൊരു നോട്ടീസിന്റെ അത് പറയാണല്ലേ, അതിൽ ആ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിനകത്തൊക്കെ ഭാഗമാവാൻ താല്പര്യമുള്ള കുട്ടികളോട് പേര് കൊടുക്കാൻ വേണ്ടി പറയാണ്. ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് can give their names to the science teachers on or before 18th of August. കണ്ടോ, അപ്പൊ ആ ഒരു ഡേറ്റ് അല്ലെ, ഇന്ന ദിവസത്തിന് മുൻപ് എന്ത് ചെയ്യണം, ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ടീച്ചേഴ്സിന് അടുത്ത് പേര് കൊടുക്കണം എന്ന് പറയാണ് കേട്ടോ. സോ അത്രയും ഡീറ്റെയിൽസ് നമ്മൾ അതിൽ കൊടുത്തു. ഇനി ഫൈനലി ലാസ്റ്റ് എന്ത് ചെയ്യാണ്, പരിപാടിയിലേക്ക് എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം അല്ലെ, ആ പരിപാടി കാണാൻ വരണം. അല്ലെങ്കിൽ പ്രോഗ്രാമിന് ആൾക്കാർ, നമ്മളൊരു സയൻസ് എക്സിബിഷൻ വെച്ചിട്ട് ആരും വന്നില്ല എന്നാണെങ്കിൽ അത് സക്സസ് ആവോ? ഇല്ല. അപ്പൊ ആൾക്കാർ വരണം. സോ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പറയാണ്, all are requested to take part in the exhibition and make it a grand success. കണ്ടോ, എല്ലാവരും എന്ത് ചെയ്യാണ്, നമ്മള് മറ്റേ പാട്ടിൽ പറഞ്ഞ കല്യാണം കാണാൻ വരണം എന്ന് പറയുന്ന പോലെ എന്താണ്, എല്ലാവരും ഈ പരിപാടിക്ക് വരണം, ഈ പ്രോഗ്രാം ഒരു ഗ്രാൻഡ് സക്സസ് ആക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. ഇനിയിപ്പം വേറെ നല്ലൊരു അടിപൊളി പരിപാടിയാണ് വിചാരിക്കുക, ഒരു അവാർഡ് ഗിവിംഗ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പറയാം, we invite all of you to this auspicious function, അല്ലെങ്കിൽ we invite your esteemed presence. Okay, we invite your esteemed presence. എന്റെ പെൻ ഇവിടെ എനിക്ക് കൈ വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാട്ടോ ഹാൻഡ് റൈറ്റിംഗ് ആകെ ഇതായി പോകുന്നു. ഓക്കെ, esteemed presence എന്ന് വെച്ചാൽ എന്താ അറിയോ, മഹനീയ സാന്നിധ്യം എന്നുള്ളതാണ്. നിങ്ങളുടെ എസ്റ്റീംഡ് പ്രസൻസ് ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ദെൻ അപ്പൊ അത് വേണമെങ്കിൽ എഴുതാൻ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതാ ഈ കാണുന്ന കാര്യം തന്നെ കൊടുത്താൽ മതി. ദെൻ നമ്മൾ ആരാണ് ആ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ നോട്ടീസ് ഇറക്കുന്നത്, അവരുടെ പേരും കൂടെ കൊടുക്കുകയാണ്. ഒരാളെ പേര്, ഏതെങ്കിലും ഒരാളുടെ പേര് വേണമെങ്കിൽ കൊടുക്കാം, ഇനി പേരില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇതാ ഈ ഡെസിഗ്നേഷൻ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നുള്ള പേര് എഴുതണം കേട്ടോ. സെക്രട്ടറി സയൻസ് ക്ലബ്. പൊതുവെ ഒരു ക്ലബിന്റെ പരിപാടികളാകുമ്പോൾ അതിന്റെ പ്രസിഡന്റ് അല്ല, അതിന്റെ സെക്രട്ടറി ആണ് നോട്ടീസ് ഒക്കെ ഇഷ്യൂ ചെയ്യാറുള്ളത്. സോ സെക്രട്ടറി സയൻസ് ക്ലബ് അങ്ങനെ എഴുതി വെക്കുക കേട്ടോ. സോ ദിസ് ഇസ് ഹൗ യു ഷുഡ് പ്രിപ്പയർ എ നോട്ടീസ്. ഇങ്ങനെയാണ് നമ്മൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ബോക്സ് വരയ്ക്കണം, പിന്നെന്താണ് മേലെ നോട്ടീസിന് എഴുതുക, സ്കൂളിന്റെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾക്ക് എഴുതാം. ഈ സ്കൂളിന്റെ പേരുണ്ട് കേട്ടോ, അത് മിസ് ഇവിടെ കൊടുക്കാൻ വേണ്ടി വിട്ടുപോയതാ. ആ സ്കൂളിന്റെ പേര് ABC പബ്ലിക് സ്കൂൾ ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അല്ലെ നോട്ടീസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എഴുതേണ്ടത് ആ സ്കൂളിന്റെ പേരാണ് കേട്ടോ. ABC പബ്ലിക് സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിന്റെ പേരാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിന്റെ പേര് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്, പ്രോഗ്രാം ടൈറ്റിൽ കൊടുക്കുക അല്ലെ, ഡിയർ ഓൾ എന്ന് എഴുതുക. ആൻഡ് ഇതാ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് എഴുതുക. പിന്നെന്താ, ഡേറ്റ് ടൈം വെന്യൂ കൊടുക്കുക, എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക, ലാസ്റ്റ് ഈ ഒരു കാര്യം കൊടുക്കുക. സോ ഇത്രയൊക്കെയുള്ള ഒരു നോട്ടീസിനകത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതലായിട്ട് വേറെ ഏത് ആക്ടിവിറ്റിയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മിസ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വേറെ വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.